പ്രതികരണം, അമ്മയുടെ പ്രതികരണം. അവരുടെ ജീവിതം തീരണം, അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ചയും എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തി എടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂലല്ലോ. അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വസിക്കാൻ, കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും കിട്ടൂലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുക? എങ്കിലും അതിനിപ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അടിക്കട്ടോടും നായകത്തിനോടും ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരോടും നാട്ടുകാരോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. സന്തോഷമുണ്ട്. സഹോദരിയാണ്. ചെറിയ സന്തോഷമുണ്ട്. എന്നാലും 12 വർഷം കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുന്നല്ലേ ചെയ്യുക. ആർക്കും തൂക്കുകയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആരും നിരാശയില്ല. എനിക്ക് ഈ നിരാശയുണ്ട്. 12 കൊല്ലം കഴിഞ്ഞാൽ ഇവർ പുറത്തന്നെയല്ലേ ഇറങ്ങുക. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണെന്ന് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. തീരുമാനിച്ചില്ല. എന്നാലും സന്തോഷം. എല്ലാവർക്കും പാർട്ടിയോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അനുജ, ഇപ്പോൾ റിജിത്തിന്റെ അമ്മയും സഹോദരിയുമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചത്. ആർക്കങ്ങ് രണ്ടാക്കങ്ങ് കിട്ടണമായിരുന്നു, കിട്ടിയിട്ടില്ല. നിങ്ങൾ അഭിഭാഷകർ ഉൾപ്പെടെ സമീപിച്ച് മേൽക്കോടതിയിൽ അതിൽ തീരുമാനിച്ചില്ല. നോക്കാം. എന്തായാലും ബന്ധുക്കളാണ് ഇപ്പോൾ സംസാരിച്ചത്. അതായത് റിജിത്തിന്റെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയുമാണ് നിലവിൽ പ്രതികരിച്ചത്. അവർ ആവശ്യപ്പെട്ടത്, അതായത് ഇതിൽ വധശിക്ഷ വേണം എന്ന ഒരു ആവശ്യമായിരുന്നു കുടുംബത്തിന് ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ വധശിക്ഷയിലേക്ക് കോടതി വിധി പോയില്ല. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയത്. എന്തായാലും അതിൽ ഈ അപ്പീൽ പോകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അഭിഭാഷകരോട് ആലോചിച്ച് അതിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ കുടുംബം പ്രതികരിച്ചിട്ടുള്ളത്. ഈ ശിക്ഷാവിധിയുടെ പശ്ചാത്തലത്തിൽ അത് കേൾക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ഈ കണ്ണപുരം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഇങ്ങോട്ട് ഈ കോടതിയിലേക്ക് എത്തിയിരുന്നു. അവരും വളരെ പ്രതീക്ഷയോടെയാണ് വിധിയെ കേട്ടത്. ഈ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം എന്ന ശിക്ഷയാണ് ലഭിച്ചത്. 2005 ഈ കൊലപാതകം നടക്കുന്നത്. 2005 ഒക്ടോബർ 3 കണ്ണപുരം ചുണ്ട എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കൊലപാതകം നടന്നത്. അതിൽ ഇപ്പോൾ അഭിഭാഷകരുൾപ്പെടെ ഈ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവരുടെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് തേടാവുന്നതാണ്.